മൈ ഡിയേഴ്സ്, ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 2026 എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ 2025? മിസ്സിനെ സംബന്ധിച്ചിടത്തോളം മിസ്സിന് ഭയങ്കര നല്ലതുമല്ല, ഭയങ്കര മോശമല്ല, ഓക്കെ ആയിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു 2025 എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണോ, അതോ ഗുഡ് ആയിരുന്നോ, അതോ ബാഡ് ആയിരുന്നോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം. മക്കളെ, നമ്മൾ ന്യൂ ഇയറിൽ എത്തി നിൽക്കുമ്പോൾ, പുതിയൊരു വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മളുടെ മൈൻഡിലേക്ക് എപ്പോഴും ഓർമ്മ വരിക, അല്ലെങ്കിൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യും, ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കും. പുതിയ പുതിയ കുറേ തീരുമാനങ്ങളൊക്കെ അങ്ങോട്ട് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അത് ചെയ്യും, അത് ഞാൻ നേടിയെടുക്കും എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. എന്നിട്ട് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാറുണ്ടോ? കഴിഞ്ഞ വർഷം ഇതുപോലെ പുതിയ ഒരുപാട് റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ടാവും. അതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ചിലരൊക്കെ കറക്റ്റായിട്ട് പോയിട്ടുണ്ടാവും. എന്നാൽ അധിക പേർക്കും എന്താണ്, പകുതി വെച്ച് ബ്രേക്ക് ആയിട്ട് പോകാറുണ്ട്. ഇപ്പം പലരും എന്ത് ചെയ്യുന്നറിയോ, ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒന്നും വേണ്ട, വലിയ അതൊന്നും വേണ്ട, കാരണം എന്താ, അത് പകുതി വെച്ച് ബ്രേക്ക് ആവും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് പലരും എത്തിയിട്ടുണ്ട്. അതാണോ വേണ്ടത്? നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നു, ആ ഗോളാണോ നമ്മൾ ഒഴിവാക്കേണ്ടത്, അതോ നമ്മൾ ആ ഗോളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന പാർട്ടാണോ ചേഞ്ച് ചെയ്യേണ്ടത്, ഡയറക്ഷനാണോ ചേഞ്ച് ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഒരിക്കലും നമ്മളെ ഡ്രീമിനെ വിട്ട് കളയാൻ പാടില്ല. നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് എന്തോ നേടിയെടുക്കാൻ പറ്റിയില്ല, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് റീസൺ നമ്മളുടെ എയിം അല്ല പ്രശ്നം, നമ്മൾ ആ എയിമിലേക്ക് പോയിക്കൊണ്ടിരുന്ന, നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള പാത്താണ്. ഓരോ വഴികളിലൂടെ നമ്മൾ പോയിട്ടുണ്ടാവും. അതിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ആ വഴി ശരിയായിരുന്നില്ല. നമ്മൾ പുതിയൊരു പാത്ത് കണ്ടുപിടിക്കണം. നമ്മളുടെ ഗോളിലേക്ക് എത്താനുള്ള ഒരു പുതിയ ന്യൂ പാത്ത് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ ഇത് ചെയ്തു നോക്കിയേ. നിങ്ങൾ ഇതുവരെ പോയിരുന്ന ആ പാത്തൊന്ന് മാറ്റിയിട്ട്, ആ ഡയറക്ഷൻ മാറ്റിയിട്ട് വേറൊരു വേയിലൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഇതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കുമ്പോഴും. പഠിക്കാൻ ഓരോ എക്സാം കഴിയുമ്പോൾ നമ്മൾക്ക് ആ എക്സാമിൻ്റെ ആ ചൂടിൽ, ഇപ്പം റീസെൻ്റ് ആയിട്ട് നമുക്ക് ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞു, അപ്പോൾ നമുക്ക് ആ ഒരു എക്സാമിൻ്റെ ചൂടിൽ നമുക്ക് വന്നു, ഈ എക്സാം പോട്ടെ, സാരമില്ല, കഴിഞ്ഞു, അടുത്തതിന് നോക്കാം. പേപ്പർ കിട്ടുമ്പോഴും സാരമില്ല, പോട്ടെ, അടുത്തതിന് നോക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറേ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. ഇത്ര മണിക്ക് എണീക്കണം, ഇന്നത് സെറ്റാക്കണം, എക്സാമിൻ്റെ ഒരു 2 ആഴ്ച മുന്നേ പോർഷൻസ് ഒക്കെ തീർക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം, ലാസ്റ്റ് മിനിറ്റ് റിവൈസ് ചെയ്യണം. ഇതൊക്കെ സ്റ്റാർട്ടിങ് സെറ്റ് ചെയ്യും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പം നമ്മളോട് ആ എക്സാമിൻ്റെ ചൂടൊക്കെ അങ്ങോട്ട് കഴിയുമ്പം, ആ പേപ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞ് പാരൻസ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ആ ചൂടൊക്കെ അങ്ങോട്ട് കഴിയുമ്പം നമ്മൾ വീണ്ടും തണുക്കാൻ തുടങ്ങും, നമ്മളോട് ബ്രേക്കായി തുടങ്ങും. അതായത് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ആ ഡയറക്ഷനും നമ്മളുടെ ആ പാത്തൊക്കെ കറക്റ്റ് അല്ലാതെ, നമ്മൾ ആ ടൈം ടേബിളൊന്നും മര്യാദയ്ക്ക് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാതായിട്ട് വരും. അല്ലേ, ശരിയല്ലേ? അപ്പം മക്കളെ, നമുക്കിനി ഈ 2026 നമുക്ക് വരാൻ പോകുന്ന പരീക്ഷ, ഇപ്പം അടുത്ത് നമുക്ക് ആനുവൽ എക്സാം വരാൻ പോവാണ്. ആ പരീക്ഷ നമുക്ക് ഇതുപോലെ പ്ലാൻ ചെയ്തിട്ട് പകുതി വെച്ചിട്ട് ബ്രേക്ക് ആക്കണോ? പരീക്ഷയ്ക്ക് പഠിക്കുന്ന കാര്യം പകുതി വെച്ച് ബ്രേക്ക് ചെയ്യണോ? വേണ്ട, നമുക്ക് പ്രോപ്പറായിട്ട് പഠിക്കണം. അതിൽ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതും ഒരാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പഠിക്കാം, നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ക്വസ്റ്റ്യൻസ് തന്നുകൊണ്ടിരിക്കുന്നു, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു, നിങ്ങൾക്ക് എക്സാംസിലൂടെ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ആ ഒരു പേടി മാറ്റുന്നു, അങ്ങനെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? അതിന് എവിടെ നിന്ന് കിട്ടും ഈ സപ്പോർട്ട് എന്നായിരിക്കും അല്ലേ? നിങ്ങൾക്കായിട്ട് നമ്മുടെ എക്സാമിനറുടെ ബാച്ചുകളെ പറ്റിയൊക്കെ അറിയാലോ. ഈ ബാച്ചുകളിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സുകളായിക്കോട്ടെ, എക്സാംസ് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എല്ലാ ഡിസ്കഷനൊക്കെ നടന്നുകൊണ്ട് പ്രോപ്പറായിട്ട് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ബാച്ച് 6 മുതൽ +2 വരെ നമുക്ക് ബാച്ചുകളുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും ബാച്ചിൽ ജോയിൻ ചെയ്യാം. ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് മുതലുള്ള ക്ലാസ്സുകൾ കിട്ടും. ഇനി ആനുവൽ എക്സാമിൽ എല്ലാ ചാപ്റ്റേഴ്സും വരും, കുറച്ച് ചാപ്റ്റേഴ്സ് ഒന്നുമല്ല, സ്റ്റാർട്ടിങ് തൊട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും വരും. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ബാച്ചിനേക്കാളും കുറച്ചും കൂടെ ഫീസൊക്കെ കുറവായിട്ട് നമുക്ക് ക്രാഷ് ബാച്ച് 8ാം ക്ലാസ്സിലാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 6-7 ക്ലാസ്സുകൾക്ക് 2 ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ക്രാഷ് ബാച്ചിലോ നമ്മളുടെ ബാച്ചിലോ ഒക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യാം. ഇനി ഒരു കാര്യം മിസ് പറയട്ടെ, മിസ്സാണെങ്കിൽ എന്താ ചൂസ് ചെയ്യാന്ന് പറയട്ടെ. നിങ്ങൾ എന്തായാലും 2026 2026 നിങ്ങളിപ്പം അടുത്ത ക്ലാസ്സിലായിരിക്കുമല്ലോ കൂടുതൽ ഉണ്ടാവുക. അതായത് ഇപ്പോൾ 6ാം ക്ലാസ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ 2026 നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കുക 7ാം ക്ലാസ്സിലായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ 7ാം ക്ലാസ്സിലെ ബാച്ചിൽ ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കുക, ഇപ്പോഴേ ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് 7ാം ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ബാച്ചിലെ ഫുൾ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഓക്കെ, ക്ലാസ് തുടങ്ങിയ സമയത്ത് എല്ലാം നിങ്ങൾക്ക് ഫുൾ ലാസ്റ്റ് വരെ ഫുൾ ക്ലാസ്സും അതേപോലെ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മുടെ ബാച്ചിലുള്ള എല്ലാ ഫീച്ചേഴ്സും എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് 6ാം ക്ലാസ്സിലെ ക്രാഷ് ബാച്ചും യൂസ് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട്. ക്രാഷ് ബാച്ച് ഫ്രീ ആയിട്ട്. ഓക്കെ, 6ൻ്റെ മാത്രമല്ല, 6, 7, 8 എല്ലാവർക്കും.
അതായത് ഞാൻ പറയാ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിങ്ങളുടെ നെക്സ്റ്റ് ക്ലാസ് ഏതാണോ ആ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടും. 6ാം ക്ലാസ് പഠിക്കുന്നവരാണെങ്കിൽ 7ലെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 6ാം ക്ലാസ്സിലെ ക്രാഷ് കോഴ്സ് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ ചോയ്സ് ആണ് ഏതാണ് നല്ലത്, നിങ്ങൾക്ക് ഏതായിരിക്കും യൂസ്ഫുൾ എന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം ഈ ഒരു അവസരം മിസ്സാക്കരുത്. നമുക്കിനി അധികം സമയമൊന്നുമില്ല. നമ്മൾ പുതിയ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് അല്ലേ? അതിലൊന്നാമത്തെ എന്തായാലും മിസ്സിന് ഉറപ്പാണ്, പരീക്ഷയ്ക്കൊക്കെ നന്നായിട്ട് നല്ല മാർക്ക് വാങ്ങണം, നന്നായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റണം എന്നൊക്കെ ഉള്ള എന്തായാലും എല്ലാവർക്കും അത് ആഗ്രഹം ഉണ്ടാവും. പുറത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഉള്ളിൽ എന്തായാലും ആഗ്രഹം ഉണ്ടാവും. അതിന് നിങ്ങളെ ഉറപ്പായിട്ട് നമ്മളുടെ ബാച്ചുകൾ സഹായിക്കുന്നതാണ്. അപ്പം മക്കളെ എന്ത് ചെയ്യുക, സമയം ഇനി വൈക്കണ്ട, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ എന്ന് കരുതി മാറ്റി വെക്കേണ്ട. ഇപ്പം തന്നെ ജോയിൻ ചെയ്തോളൂ. നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ കോൾ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. ഓക്കെ, അപ്പം ഈ ഒരു വർഷം 2026 എല്ലാവർക്കും ഒരു അടിപൊളി വർഷമാവട്ടെ. നിങ്ങളുടെ ഗോളുകളൊക്കെ, നിങ്ങളുടെ എയിമൊക്കെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയട്ടെ. നല്ലൊരു വർഷമായി തീരട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.